ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മാലകളാട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മാലകളാണ്. കുറച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. കുറച്ചൊക്കെ ഞാൻ ഇൻസ്റ്റ കാണുന്നവരാണെങ്കിൽ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന മാല എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ലോട്ടസിൻ്റെ മാലയാട്ടോ. ഇത് അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ടുള്ള വൈറ്റ് പേൾസ് ഒക്കെ വെച്ച് വാട്ടർ പേൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഗോൾഡൻ കളറിലെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ് ക്യാപ്പ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മാലയാണ്. നല്ല നൈസ് ആയിട്ടുള്ളൊരു മാലയാട്ടോ. നമുക്ക് നെക്ലസ് മോഡലായിട്ടൊക്കെ ഇടാൻ പറ്റും. നമുക്ക് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ അല്ലാത്ത ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴും നോർമലായിട്ടും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നൈസ് ആയിട്ടുള്ള ഒരു മാലയാണ്. അപ്പോൾ അതിൻ്റെ കമ്മൽ വരുന്നത് എന്താണെന്ന് ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് പിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. ഇനി അടുത്ത മാല എന്ന് പറഞ്ഞേക്കുന്നത് അതിലും ഭയങ്കര മനോഹരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഹെവിയാണ്. ഹെവി മോഡൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് മാല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറച്ച് പഴയ ഒരു ഡിസൈൻ ആട്ടോ. അപ്പോൾ അതാണ്ട് ഇതാണ് ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മാലയാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വരെ ലെങ്ത് വരുന്ന ടൈപ്പ് ഒരു മാലയാട്ടോ. നല്ലൊരു മാലയാണ്. ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ള നല്ല നിരനിരയായിട്ട് വെച്ചിട്ടുള്ള ചെയിനിൽ വെച്ചിട്ടുള്ള നല്ലൊരു മാലയാട്ടോ. ഇതിൻ്റെ കമ്മൽ വരുന്നത് എന്താ, ഇതെല്ലാം ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസ് ആണ്. അതുകൊണ്ട് ഈ ചെയിൻസ് എല്ലാം ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കമ്മൽ വരുന്നതാണ്ട് ഈ ഒരു കുട്ടി കമ്മലാട്ട് വരുന്നത്. ഇതിന്റെ കമ്മൽ പറഞ്ഞിരിക്കുന്നത് കോഫി ബ്രൗൺ കളറിലെ പേൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാലയാട്ട്. ഇത് അത്യാവശ്യം ചെസ്റ്റിന്റെ അവിടെ വരെ കിടക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു മാലയാണ്. നല്ല മാലയാട്ടം, നല്ല രസം. പിന്നെ കളറൊന്നും അങ്ങനെ ഫെയ്ഡ് ആവത്തില്ല. നല്ലൊരു ടൈപ്പ് മാലയാട്ടം. ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇത് ഈ പേൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് പേൾ ആട്ടോ. നല്ല നല്ല തിളങ്ങുന്ന ഗ്ലാസ് പേൾ ആണ്. അപ്പോൾ ഇതിന്റെ കമ്മൽ വരുന്നതെന്ന് വെച്ചാൽ ഇതാട്ടോ. ഇതിൻ്റെ കുട്ടി ചെറിയ കമ്മലാണ് വരുന്നത്. ഇതെല്ലാം പെയറായിട്ടാട്ടോ കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ മൾട്ടി കളേർഡായിട്ടുള്ള നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ഒരു മാലയാണ്. ഈ ഒരു മൾട്ടി കളേർഡായിട്ടുള്ള അഗേറ്റിൻ്റെ സെമി പ്രഷ്യസ് ബീഡ്സ്. ഇതാണ് ഞാൻ ഇന്നലെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഷോർട്സ് കണ്ടവർക്ക് ഇത് അറിയായിരിക്കും. മൾട്ടി കളേർഡായിട്ടുള്ളതാണ്ട് ഈ ഒരു മാലയാണ്. ഭയങ്കര ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട്. നല്ല രസമാട്ടോ ഇത് കാണാൻ. നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാലയാട്ടോ ഇത്. ഇതിൻ്റെ എൻഡ് വരുന്നതാണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ കുളത്തിലാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു 3 ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇതാണ്ട് ആദ്യം കാണിച്ച ഒരു ഡിസൈന്, രണ്ടാമത്തെ ഈ ഒരു ഡിസൈന്, മൂന്നാമത്തെ എല്ലാം മൾട്ടി കളേർഡായിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണെന്നുള്ളതേ ഉള്ളൂ. സെയിം സംഭവം തന്നെയാണ് ഇതെല്ലാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ മൾട്ടി കളേർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യണം. കാരണം നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇതിൻ്റെ ഒരു ചോക്കർ നമ്മുടെ ഇന്ന് സെയിലായിരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഇതും അത്യാവശ്യം ട്രെൻഡാണ്. ഈ ഒരു ഹസിലാണ്, ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹസിലാണ്. റൗണ്ട് ബോൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു നെക്ലസ് ടൈപ്പ് ഒരു ഹസിലാട്ടോ ഇത്. അപ്പം ഇതിൻ്റെ നമ്മുടെ കയ്യിൽ 3 പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ കുറച്ച് ചെറിയ സിൽവർ ബീഡ് വെച്ചിട്ടുള്ളത് 2 എണ്ണവും വലിയ സിൽവർ ബീഡ് വെച്ചിട്ടുള്ളത് 1 എണ്ണവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ. കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇതൊക്കെ ഡ്രസ്സസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓരോ മാലകൾക്കും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും മാലകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള മാലകളുടെ ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ ഈ ഒരു ചെയിൻ മോഡൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിൽ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ചെയിൻ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. അതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അത് ആർക്കെങ്കിലും റീസ്റ്റോക്ക് നമുക്ക് പറ്റത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് മാലകളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റേറ്റ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മാലകളുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡയറക്റ്റ് വാട്സപ്പ് നമ്പറിലേക്ക് വന്ന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.